ഗൈസ് ഇതാണ് ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇന്നലെ രാത്രി ഒരു 3 മണിയോട് കൂടി വന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് സെറ്റ് ചെയ്ത് ബാർബിക്യൂ അടിച്ച്, ചെറിയ ബാർബിക്യൂ എന്ന് പറയാൻ പറ്റില്ല, ചിക്കനൊക്കെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് കിടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. അടുത്ത് തന്നെയാണ് ലേക്ക്. രാവിലെ എണീറ്റപ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലായത്. ഇന്നലെ ഇതുവഴിയാണ് നമ്മൾ വന്നത്. ആ കാണുന്ന ലേക്ക് നമ്മൾ 2 വട്ടം ക്രോസ് ചെയ്തു. ഈ ലേക്കാണ് നമ്മൾ ഇന്നലെ 2 വട്ടം ക്രോസ് ചെയ്ത്. ആദ്യം അങ്ങോട്ടൊരു ക്യാമ്പ് സൈറ്റ് തപ്പിപ്പോയി, പക്ഷേ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാണ് ചെയ്തത്. ഇത്രയും തൊട്ടടുത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. നൈസ് സ്പോട്ടാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്യാമ്പ് സ്പോട്ട് കൂടെ ഉണ്ടായിരുന്നു. ഈ റോക്കിൽ തന്നെ ആരോ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഡേഞ്ചറാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ലേക്കിനോട് തൊട്ടടുത്ത് വരുമ്പോൾ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി എന്തിൻ്റെയൊക്കെ കാഷ്ടം കിടപ്പുണ്ട്. ഫ്രഷാണ്, അതായത് ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ വന്നതാണ്. പിന്നെ വണ്ടി ഇവിടെ അടുത്ത് കയറ്റിയിടത്തില്ല. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് വണ്ടിയിലേക്ക് ഒന്ന് കയറണമെങ്കിൽ റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. പക്ഷേ സ്പോട്ട് നൈസാണ്. ഓക്കെ, വണ്ടിയുടെ ചുറ്റും ഫുള്ള് കൊതുക് നിൽക്കുന്നുണ്ടോ? അകത്ത് വിൻഷീൽഡിനകത്ത് ഫുള്ള്. അതെ, ഒരു മിനിറ്റ്, ഞാൻ സേബാറിന് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ സ്റ്റേ അവസാനിപ്പിച്ച് ഇറങ്ങി അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വരികയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് രാത്രി വന്ന കാരണം ചില ഒബ്സ്റ്റക്കിൾസ് ട്രൈ ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് നേരത്തെ പോയി സമയമെടുത്ത ഒബ്സ്റ്റക്കിളൊക്കെ ട്രൈ ചെയ്ത് വീണ്ടും വേറൊരു നൈസ് സ്പോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അവിടെ ക്യാമ്പ് ചെയ്യാനാണ് പ്രോഗ്രാം. ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്നൊരു കോഫി മാത്രം കുടിച്ച് റെഡിയായി പോരുകയാണ് ചെയ്തത്. പാസഞ്ചർ സൈഡ് തന്നെ എടുത്തോട്ടോ, അല്ലെങ്കിൽ അവിടെ കല്ലേലിരിക്കും. പാസഞ്ചർ സൈഡ് ഇനിയുണ്ട്. പാസഞ്ചർ സൈഡ് അതിനോ അപ്പം ഈ ഒബ്സ്റ്റക്കിളൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പം എന്തോന്നാണ് കാണിക്കുന്നത്. ഇത്രയും വലിയൊരു വണ്ടി ഉണ്ടായിട്ട് ചെറിയൊരു ചെളിക്കുഴി പാസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും ഓർക്കുന്നത്. പക്ഷേ ഓഫ് റോഡ് പോകുന്നവർക്കറിയാം, നമ്മൾ വീഡിയോയിൽ ഒരു 90% ഫ്ലാറ്റായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. എന്തുമാത്രം ഒബ്സ്റ്റക്കിൾ ഹാർഡാണ് ഓഫ് റോഡ് ഒരിക്കലും ചെയ്യുന്നവർക്കും പിന്നെ നമ്മൾ ഇപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നവർക്കാണ് മനസ്സിലാവും. നമ്മൾ റോഡ് കാണിക്കുമ്പം അത് വീഡിയോയിൽ എന്ത് സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുക എന്നുള്ളത്. കേസ് ഞങ്ങൾക്ക് പോലും അബദ്ധം പറ്റാറുണ്ട്. ഇങ്ങനെ പോകുന്നവരാണെങ്കിൽ കൂടെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വീഡിയോസ് വേറെ വന്നവർ എടുത്ത് നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആണല്ലോ എന്ന് നോക്കി വരുമ്പം നല്ല ടഫായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതൊരു പ്രോബ്ലമാണ് നമ്മുടെ ഓഫ് റോഡ് വീഡിയോസ് ചെയ്യുമ്പോൾ. സ്പോട്ട് ചെയ്യണോന്ന് ചോദിച്ചടാ അവനോട്. പറഞ്ഞു കൊടുക്കണായിരിക്കോ? വെയിറ്റ്.
പോരെ വയ്യ ഇറങ്ങിയോ. ഇനി കുറച്ച് ഡ്രൈവർ മോർ ഡ്രൈവർ straight passenger full okay straight little bit driver നേരെ ഇറങ്ങി സ്കിഡ് പ്ലേറ്റിൽ സ്റ്റോൺ. അടുത്തായിട്ട് നമ്മൾ ഈ ഒബ്സ്റ്റക്കിളൊന്നും ട്രൈ ചെയ്യാൻ ഓർത്തിട്ടാണ്. ഇതിന് ബൈപ്പാസ് ഉണ്ട്, നമ്മൾ അതുവഴി അങ്ങോട്ട് വന്നത്. പക്ഷേ തിരിച്ചൊന്ന് കയറാൻ ഓർത്താണ്. താഴേന്ന് വലിയ കുഴപ്പമില്ല, മോൾ ഭാഗം ഇച്ചിരി ടൈറ്റാണ്. നല്ല ആഴ്ചയാണ്. താഴേക്ക് സൈഡിലൊരു പാറയുണ്ട്, നോക്കാം എന്താണ്. ആദ്യം കയറുന്ന സൂരജാണ്. ഈ കയറി വരുന്നതാണ് ഞാൻ. ഈ പാറയാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്നത്. ഇവിടം കയറി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കുറച്ച് പാസഞ്ചർ പിടിച്ചു കയറി. അവിടെ കൂടെ പാസഞ്ചർ മാക്സിമം പിടിച്ചു കേട്ടോ. ഇനി ഡ്രൈവർ കുറച്ചടിച്ചു. ഡ്രൈവർ സ്റ്റേഷനിലെ ഡ്രൈവറുടെ ചേർന്ന്
പാസഞ്ചർ ഓക്കെ ഫുള്ള് പാസഞ്ചർ വെച്ചു. ആ ഒബ്സ്റ്റക്കിൾ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ആ താഴെ കാണുന്ന വഴി കൂടിയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞാൽ പോകുന്ന ആഴം ഏറെക്കുറെ നമുക്കിപ്പോൾ കാണാമല്ലോ. അതുകൊണ്ടാണ് ആ ഒബ്സ്റ്റക്കിൾ നമ്മൾ വളരെ സേഫായിട്ട് കയറ്റി ഇറക്കിയത്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ താഴ്ഭാഗം ഭയങ്കര ഈസിയാന്ന് ഇറങ്ങുന്നു. ഈ ടയർ വഴി കയറണാവും കയറി പോലെ. അതൊരു ഓപ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ATV റൈഡേഴ്സ് വരുന്നുണ്ട്. അവര് പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സൂരജിൻ്റെ വണ്ടി ഫ്രണ്ടിലാണ്. അപ്പോൾ അവൻ്റെ തന്നെയായപ്പം അവർ ഓർത്തു ഇവൻ തന്നെയാണ് വരുന്നതെന്ന് ഓർത്തു. ട്രയൽസ് തന്നെ ചെയ്യുന്ന ഒട്ടും റെക്കമെൻഡ് അല്ല. അതും ഈ ട്രയൽ ഇച്ചിരി ടഫാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് അവനെ ക്രേസിയാണ്, നമ്മൾ ഇച്ചിരി ക്രേസി ആൾക്കാരാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ കണ്ടത്. Crazy, careless human being.
ഈ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെയാണ് നമ്മൾ രാത്രിയിൽ ക്രോസ് ചെയ്ത് വന്നത്. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട 2 സ്ഥലങ്ങളാണ്. രണ്ടിനും അപ്പുറത്തും ഇപ്പുറത്തും നല്ല ആഴമാണ്. കറക്റ്റ് ആ പാത്തിൽ കൂടെ പോയില്ലെങ്കിൽ നമ്മൾ നല്ല ഡിച്ചിൽ ചെന്ന് ചാടും. ഇതിൻ്റെ ഉണ്ടല്ലോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഈ സൈഡിൽ ഇങ്ങോട്ട് പറയാറില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു ഒബ്സ്റ്റക്കിളുണ്ട്. ആ ഒരു കയറ്റമാണ്. വീഡിയോക്കകത്ത് കാണാൻ വളരെ സിമ്പിളാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞങ്ങളതൊന്ന് കയറ്റാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അവൻ ഇറങ്ങി അവിടെ തിരിച്ചിട്ടു. നമ്മൾ വരുന്നതിന് ഓപ്പോസിറ്റ് രീതിയിലാണ് കിടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കയറേണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയും തിരിച്ചിട്ട് അവിടെ കയറാനുള്ളൊരു പ്രോഗ്രാമാണ്.
ആദ്യം ഞാൻ ട്രൈ ചെയ്യാമെന്ന് കരുതി. റിവേഴ്സ് എടുത്ത് ലെവലാക്കി. റിവേഴ്സ് എടുത്തിട്ട് പാസഞ്ചർ കുറച്ചുകൂടെ ചെറുത്. പാസഞ്ചർ 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 ആ കയറി 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 പയ്യെ കയറണം പയ്യെ കയറണം ഡ്രൈവർ പിടിച്ചോ പയ്യെ ഡ്രൈവർ പിടിച്ചോ ഡ്രൈവർ എനിക്കൊന്നും കാണത്തില്ലായിരുന്നു. വെയിറ്റ് ചെയ്യേ, ഇച്ചിരൂടെ കയറ്റി വെച്ചോടാ, ഇച്ചിരൂടെ കയറ്റി വെച്ചോ. ഇപ്പോൾ ട്രൈ ചെയ്യുന്ന സൂര്യയാണ്. അവൻ്റെ സഹാറയാണ്. ലോക്കേഴ്സ് ഇല്ല, അപ്പോൾ ഞാൻ ലോക്കേഴ്സ് ഇട്ടാണ് കയറിയത്. കുറച്ചുകൂടി ഈസിയാണ്. ലോക്കർ ഇല്ലാത്തതുകൊണ്ട് അവന് കുറച്ചുകൂടെ മൊമെൻറ്റം കീപ്പ് ചെയ്ത് വന്നാലേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം സ്ലോ ആയിട്ട് നമ്മൾ ക്രോൾ ചെയ്ത് കയറാൻ നോക്കി, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. അവൻ മോഡ് ലോക്കേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പം തൽക്കാലം ലോക്കറില്ല. അപ്പോൾ എങ്ങനെ കയറുന്നത് നമുക്ക് നോക്കാം. എടാ മാറാവോന്ന് അവിടുന്ന്. ആ അങ്ങനെ തന്നെ പിടിച്ച് കയറിക്കോ. ഇനിയിപ്പം ഒന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ട് കയറിയാൽ മതി. പയ്യെ പയ്യെ കയറിയാൽ മതി ഗാർഡ് വരെ. സ്ലോ ആയിട്ട് ഇറക്കി റിവേഴ്സ് ഇറക്കി. ഞാൻ ലോക്കർ ഇട്ടത്. എടാ ഒന്നുകൂടെ റിവേഴ്സ് ഇറക്കിയിട്ട് വണ്ടി കോണാവുന്നുണ്ട്. അപ്പം ഒന്നുകൂടെ റിവേഴ്സ് ഇറക്കിയിട്ട് ഒരു മൊമെൻറ്റത്തിലും കയറും. എനിക്കിപ്പം ഇത് മനസ്സിലായില്ല. ഫുൾ ഇറങ്ങിയിട്ട് മൊമെൻറ്റത്തിൽ തന്നെയും കയറിയാണ്. അതുപോലെ ഓക്കെ. എന്നാൽ നമുക്ക് കുറച്ചുകൂടി സൈഡോട് പിടിച്ചോ. അതോ സൈഡ് കുറച്ചുകൂടെ സൈഡ് പിടിച്ചോ. ഇതിലേ കയറത്തില്ലേ? ഇത് അടുത്തൊരു ഒബ്സ്റ്റക്കിളാണ്. കണ്ടാൽ മുമ്പത്തെ ഒബ്സ്റ്റക്കിൾ പോലെ ഇരിക്കുമെങ്കിലും ഇത് വേറെ ഒബ്സ്റ്റക്കിളാണ്. ഇത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഒബ്സ്റ്റക്കിളാണ്. മോഡിഫൈഡ് വണ്ടികൾ മാത്രം ചെയ്യുന്നതാണ്. എൻ്റെ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കുമാണ്. അവൻ്റെ വണ്ടിക്ക് എൻ്റെ വണ്ടീനേക്കാൾ ഒരു 1.5 ലിഫ്റ്റ് ഉണ്ടെന്നും കൂടിയേ ഉള്ളൂ. ബേസിക്കലി രണ്ട് വണ്ടി ഒരു സ്റ്റോക്ക് വണ്ടി തന്നെയാണ്. ഇത് അത്യാവശ്യം ടഫായിട്ടുള്ള ഐറ്റമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ടയറുകൾ ഒരഞ്ഞ പാടുണ്ട്. കുറേ ടയറുകൾ ഒരഞ്ഞതിൻ്റെ പാട്. പാസഞ്ചർ ഓടിച്ചോ. ഇച്ചിരി ഓടിച്ചോ.
ഇല്ല ഇല്ല ഇല്ല. കരിച്ച് കയറ്റണേ, കരിച്ച് കയറ്റണേ കുറച്ച്. ആ പയ്യെ കാലം കൊടുക്കും. നേരെ അയക്കും, നേരെ അയക്കും, നേരെ അയക്കും. സ്റ്റിയറിംഗ് ഫുള്ള് നേരെ, ഫുള്ള് നേരെ. വരെ 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 മേടിക്കണ്ട, അറിയത്തില്ല മേടിക്കണ്ട. അടി അടി. കാണുമ്പോൾ അത്രയും ഭീകരത തോന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒരു 85 ഡിഗ്രി ആംഗിൾ വരുന്ന ചെരിവാണ്. അപ്പോൾ അത്രയും പൊങ്ങിയപ്പോഴത്തേനും ബാക്കിലെ സ്പെയർ വീലും നമ്മുടെ ടോ ഹുക്കും കൂടെ നിലത്തേക്ക് ഉരഞ്ഞു. ഫോട്ടോ എടുക്കുന്നത് ഏതാ? എത്ര പറ്റിയിലൊക്കെ നമുക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങ വണ്ടി അവിടെ തന്നെ ഇപ്പോൾ വണ്ടി എന്തെങ്കിലും നോക്കണ്ട, നോക്കാം ഓഫായിരിക്കും. എനിക്കൊന്ന് വണ്ണിട്ടോ, വണ്ണിടുമ്പോൾ കുറച്ചുകൂടെ ഫീൽ കിട്ടും. നീ വേണമെങ്കിൽ എടുക്കും നിൻ്റെതായ ആംഗിൾസ്. ഇടിച്ച് കിടക്കാൻ തോന്നില്ല. ട്രൈ ചെയ്തോ. പുറകത്തെ സാധനം ഊരിക്കളഞ്ഞാൽ മതി ചളിങ്ങിയ. ഓൾറെഡി സ്പെയർ തട്ടിയില്ലേ? റിവേഴ്സ് ഇറക്കുമ്പോൾ സ്പെയർ തട്ടിയില്ല, ജസ്റ്റ് മുട്ടിയത്. അത് നീ ഇവിടെ കണ്ടോ? ഇത് കണ്ടോ ഈ സാധനം? ഇവിടെ ഈ ടയറെ ചവിട്ടിക്കരിക്കോ? ഞാൻ മുമ്പിൽ നിൽക്കാം. എവിടെ നിൽക്കണം? ഇങ്ങനെ നിൽക്കാം, സൈഡ് നിൽക്കാം. ഇതാ എനിക്ക് എല്ലാം കാണാൻ പറ്റും. ഫ്രണ്ടിൽ ഫ്രണ്ടിപ്പോൾ നേരെ ലെവലിൽ എത്തുക. ലോക്കറാണല്ലേ? പതിയെ എടുത്ത് മുമ്പോട്ട്. മൊമെന്റം കളയല്ലേ. സ്റ്റിയറിംഗ് ഒന്നും തിരിക്കല്ലേ, സ്ട്രെയിറ്റ്. ആ പോട്ടെ, തിരിക്കണ്ട, ഒന്നും തിരിക്കണ്ട, നേരെ കിട്ടോ. ആ പോട്ടെ പോട്ടെ, നീണ്ട പോട്ടെ പോട്ടെ. ആ സെറ്റ് സെറ്റ്. ചെറുതായിട്ട് ബെല്ലിയിലാണ്. ഇനി ഒരു ഇച്ചിരി ആ സൈഡിലോട്ട് ഇനി വണ്ടി കയറി. ഇപ്പൊ എനിക്ക് ഉറപ്പ് എന്തായാലും കയറും. ഈ സൈഡില്ലേ,
ഈ സ്കിഡ് പ്ലേറ്റ് ഞാനിപ്പോൾ വണ്ടി കാലുകൊണ്ടിരിക്കാം, അനങ്ങുന്നില്ല. പയ്യെ പറയിക്കോട്ടെ, പയ്യെ പറയിക്കോട്ടെ, ജസ്റ്റ് പറയിക്കോട്ടെ, പയ്യെ, വളരെ സ്ലോ, കുറച്ചുകൂടെ, വളരെ സ്ലോ, പോട്ടെ, ഇറങ്ങട്ടെ, കുറച്ചുകൂടെ, കുറച്ചുകൂടെ, പോട്ടെ, പയ്യെ, കുറച്ചുകൂടെ. ആ, ഇനി ആ സൈഡിലോട്ട് സ്റ്റിയറിംഗ് കൊടുത്ത്. ആ, ഇനി ഒന്ന് പയ്യെ എടുത്ത് ഫ്രണ്ടിലോട്ട്. പോട്ടെ. ആ, പോട്ടെ. പോട്ടെ. സ്കിഡ് പ്ലേറ്റ് ചെറുതായിട്ടൊന്ന് തട്ട് സൈഡ്. സ്കിഡ് ആ സ്കിഡയിൽ ഇരിക്കുവാന്ന് തോന്നുന്നു അവിടെ. അത് സെയിം ആ സൈഡിലോട്ട് ഇച്ചിരി കൂടെ പിടിച്ചു സ്റ്റിയറിംഗ്. ആ ഒരു കല്ലിന്റെ അവിടെ കഴിഞ്ഞാൽ അതും ആ പുറകിലത്തേത് മാത്രമേ ഉള്ളൂ. കയറിക്കോ. പോട്ടെ. ആ, ഇനി പവർ കൊടുത്ത് സ്റ്റിയറിംഗ് നേരെ പവർ കൊടുത്ത് കയറിക്കോ. അതിൽ തന്നെ തട്ടിയാണ് നിൽക്കുന്നത്. അല്ലല്ല, എവിടെയും തട്ടിയിട്ടില്ല. ഗ്രിപ്പിൽ കാലെടുത്തേ. വണ്ടി കയറി. ആ, ഇനി കൊടുത്തേ. നോ, ഫ്രണ്ടിലോട്ട് ഇത്തിരി മുമ്പോട്ട് വന്നിട്ട് സ്റ്റിയറിംഗ് നേരെ അയക്കോ, സ്റ്റിയറിംഗ് നേരെ അയക്കോ, നേരെ അയക്കോ, ഫുള്ള് നേരെ അയക്കോ. ഇച്ചിരി ബാക്കെടുത്ത് മൊമെന്റ് ഇല്ലാത്തതുണ്ടോ? ഒന്നുകൂടെ നല്ല കൊടുക്കും, ഇച്ചിരി മൊമെന്റ് കൊടുക്കുന്നു. നേരെ വെച്ചു കയറി വില്ല, ഈ ഇതിന് മാറി ഇത് നോക്കി, ഇപ്പുറത്ത് നോക്കിയാൽ കാണാം. ഇതാണ് ഇരിക്കുന്നത് സ്കിപ്പ്. ഇനി ഒന്നുമില്ല, സെൻറ്ററിൽ ഒരു സ്കിപ്പ് പ്ലേറ്റ് ഇച്ചിരി പറയുന്നു. ഇച്ചിരി ഇങ്ങോട്ടോ, ഇച്ചിരി അങ്ങോട്ടോ ഇറക്കിക്കോ. ഒന്ന് ട്രൈ ചെയ്യണോ? ഇച്ചിരി ഈ സൈഡ് പിടിക്കാൻ പറ്റുമോ? ഇതുണ്ട്, ഇച്ചിരി ഇത് എന്തായാലും ഇതിനകത്ത് പയ്യെ കയറും. ഓടിച്ച സ്റ്റിയറിംഗ് ഈ സൈഡിലോട്ട് കൊടുത്തേ. ഇല്ല. ആ ബമ്പർ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കേറാൻ മാത്രമേ പറ്റുള്ളൂ. അനക്കല്ലേ വണ്ടി, അനക്കല്ലേ? കല്ലെടുത്ത് മാറ്റണം. ഓക്കെ ഓക്കെ, പൊക്കോ പൊക്കോ, പയ്യെ.
റിയൽ സ്ലോ, നല്ല സ്ലോ, നല്ല സ്ലോ, നല്ല സ്ലോ. യപ്പ് യപ്പ്. അവിടെ ഒരു കല്ലെടുത്തിരുന്നോ താഴെ? താഴോട്ട് ഇങ്ങോട്ടടി, ഫുള്ളടി, ഫുള്ളടി. കയറ് കയറ്, ഇച്ചിരൂടെ മുമ്പോട്ടോ. ഫുള്ളിപ്പുറത്തോട്ടടി. മതി. ബാക്കിലെ കല്ല് നോക്കണം. ഇറങ്ങി റിവേഴ്സ് ഇട്ടോ. ആ ബാക്കിലെ കല്ലൊന്ന് നോക്കിയേ, അത് നോക്കിക്കോണേ. പോട്ടെ പോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഓടിച്ചേ. അത് തന്നെ, അത് തന്നെ. ഓടിച്ചോ, ഫുള്ളടിച്ചോ, ഫുള്ളടിച്ചോ. ഇറങ്ങിയോ. നൂത്തോ 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 നൂത്തോ. നോയ്സ്. എനിക്കൊന്ന് ഈ ചെളിയും കൂടെ കിടക്കുന്നോണ്ടാന്ന് ഗ്രിപ്പ് കിട്ടാതെ. ഒരുപാടെണ്ണം കയറി പോയിട്ടുണ്ട്. അടുത്ത നമ്മൾ സൂരജിൻ്റെ വണ്ടി കയറ്റാൻ നോക്കുകയാണ്. എന്തായാലും മുകളിലേക്ക് കയറി പോകത്തില്ല, കാരണം അതിനൊരു 35 ഇഞ്ച് ടയേഴ്സും ഒരു 1.5 ഇഞ്ച് ലിഫ്റ്റ് കൂടെ വേണം. എൻ്റെ വണ്ടി ഒരു 35 ഇഞ്ച് ടയേഴ്സ് കൂടെ ഉണ്ടായിരുന്നു കയറിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ അധികം പുഷ് ചെയ്തില്ല വണ്ടി, എന്നെ ബോം സ്റ്റോക്കാണ്. പിന്നെ എനിക്ക് ഇപ്പോൾ സമ്മറിൽ കുറച്ച് അധികം പ്ലാൻസ് ഉള്ള കാരണം വണ്ടി ഇപ്പം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അധികം ട്രൈ ചെയ്തില്ല. ഇനിയിപ്പോൾ നമ്മൾ സൂരജിൻ്റെ വണ്ടി ട്രൈ ചെയ്യണം. എനിക്കായിരിക്കോ ഡ്രൈവർ, പൊടിക്കോ ഡ്രൈവർ. പാസഞ്ചർ, പാസഞ്ചർ. സെറ്റ് സക്സസ്. പോട്ടെ പോട്ടെ. കേറ്റിക്കോ. യാ ബൈക്ക് ഒന്ന് നോക്കിയാടാ. That's all right. That's okay. എന്നാ പറഞ്ഞ നോക്കിക്കടാ താഴെ. മതി 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 മതി. ഇത് ഫോട്ടോ എടുക്കാം. ബൈ. എന്റെ സോക്സും എല്ലാം പോയി. ഊരിനി സോക്സ് ഊര്. കഴുകി എടുക്കേണ്ടി വരും. സോക്സ് എന്നിട്ട് ഊരി വെച്ചോ. ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ വഴി കയറുന്നു. അങ്ങനെ നമ്മൾ സൂരജിൻ്റെ വണ്ടി ഇറക്കി നമ്മളടുത്ത ഒബ്സ്റ്റക്കിളിലേക്ക് പോവാം. എനിക്ക് മതിയായി നിന്റെ കൂടെ. ഇനി നമുക്ക് അങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു വേണ്ടേ? കുഴപ്പമില്ല, ഇതേ ഇറങ്ങാം പോരെ. ഇല്ല കട്ടത്തില്ല പോരെ. ഇച്ചിരി ഡ്രൈവറെ പിടിച്ചിറങ്ങിക്കോ, ഒത്തിരി വേണ്ട. നേരെ ആയിക്കോ.
പാസഞ്ചർ 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 ഡ്രൈവർ 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 ഫുള്ള് ഡ്രൈവർ ഫുള്ള് അടിച്ചോ ഡ്രൈവർ ഫുള്ള് 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 ആ പോട്ടെ പോട്ടെ ഓടിച്ചോ ഓടിച്ചോ കയറിക്കോ അങ്ങനെ തന്നെ പിടിച്ചോ ഫുള്ള് ഓടിച്ചോ ആ ഇനി നേരെ നൂത്തോ പയ്യെ നൂത്തോ പോരെ ഇല്ല പോരെ അടിയിറങ്ങിക്കോ നേരെ സ്ലോ ആണ്. കൊതുക് ചെറിയ സമയത്തുണ്ടല്ലോ നമ്മുടെ കാലം അറ്റു പോകുന്നതെന്ന് പറഞ്ഞൊരു കടി ക്രീം തേച്ചില്ലേ കാലല്ല? കാലയിലെല്ലാം സോക്സ് ചെയ്യുന്നു. ഞങ്ങളങ്ങനെ ഏറെക്കുറെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്താറായി. ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ് ക്യാമ്പ് സൈറ്റ്. നൈസ് ഒരു സ്പോട്ടാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ അങ്ങോട്ടേക്ക്. ഫുൾ പാസഞ്ചർ.
നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. നല്ലൊരു ക്ലീൻ ലേക്കാണ് ബാക്കിൽ. അപ്പം ഞങ്ങൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന കരുതിയിരിക്കുകയാണ്. കാരണം അടിപൊളി സ്പോട്ടാണ്. ഇവിടെ ഒരു നൈറ്റ് എന്താണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത്രയും നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നിന്നെ ഞാൻ കണ്ടന്റ് ആക്കിടാ. സൗണ്ട് കിട്ടും ATV ആണെന്ന് തോന്നുന്നു. ATV. അപ്പം ഞങ്ങൾ അന്ന് 2 ദിവസം ക്യാമ്പ് ചെയ്തു. അപ്പം ലാസ്റ്റ് ദിവസം ക്യാമ്പ് ചെയ്ത സ്പോട്ട് നിങ്ങളെ കാണിച്ചല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ചെറിയൊരു മഴയൊക്കെ പെയ്തു. മഴയൊക്കെ കൊണ്ടു ടെൻ്റെല്ലാം അടിച്ച് ജീപ്പിൽ തന്നെ കിടന്നു. ജീപ്പിൽ നമുക്ക് ബാക്കിൽ അത്യാവശ്യം കിടക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. 2 പേർക്ക് വളരെ കംഫർട്ടായിട്ടുള്ളിട്ട് കിടക്കാം. ബാക്കിലെ വിൻഡോയും കൂടെ പൊക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂവും കാണാം. അപ്പം ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിയാണിത്, പിറ്റേന്ന് രാവിലെ. അപ്പം കാനഡയുടെ എല്ലാവരും പറയാത്ത നമ്മുടെ ജോബും സ്റ്റഡീസും അല്ലാതെ വേറെ കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് ക്രൗണ്ട് ലാൻഡ് ക്യാമ്പിംഗ് ആണ്. ഈ ക്യാമ്പിംഗ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറി ക്യാമ്പ് ചെയ്യാം. ഫീസൊന്നുമില്ല. അപ്പം നമ്മുടെ കാര്യം നമ്മൾ നോക്കണം, അത്രേ ഉള്ളൂ. എന്ത് വന്നാലും നമ്മൾ തന്നെ നമ്മളെ കരുതണം, അത്രേ ഉള്ളൂ. അപ്പം എനിക്കറിയാം വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ടെന്ന്. അതെല്ലാം നികത്തി നമ്മൾ ഇനിയും മറ്റുള്ള നല്ലൊരു വീഡിയോകളുമായിട്ട് വരുന്നതാണ്. അപ്പം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്താണെങ്കിലും വേണം. അപ്പോൾ എന്താണെങ്കിലും കുറ്റങ്ങളാണെങ്കിലും കുറവുകളാണെങ്കിലും നല്ലതാണെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് പറയുക. നല്ല വീഡിയോ നമ്മൾ വരും സമയങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുന്ന വഴിയാണിത്, പിറ്റേന്ന് രാവിലെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.